പ്രോസ്പെക്റ്റിൽ തന്നെ ആവശ്യമായ മാറ്റം വരുത്താം എന്നുള്ളതാണ്. പ്രോസ്പെക്റ്റിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് പ്രോസ്പെക്റ്റിൽ തന്നെ മാറ്റം വരുത്താം എന്നിരിക്കെ അതിനാവശ്യമായ മാറ്റം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, മാർക്ക് സമീപനം മാറണമെന്നാണല്ലോ കേരളം മുഴുവൻ ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണല്ലോ മാറ്റാൻ തീരുമാനിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, പ്രോസ്പെക്റ്റിൽ തന്നെ ഉൾച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആവശ്യമായ മാറ്റം വരുത്താമെന്നാണ് ഗവൺമെൻറ്റിന്. അപ്പം അതിൽ പിന്നെന്താ ഇല്ലെന്ന് പറയുന്നത്? അല്ലേ, ഇനിയിപ്പോഴും മുൻകൂട്ടി ആലോചിക്കൽ മാത്രമേ വഴിയുള്ളൂ എന്നാണ് ഇപ്പം കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞത്. ഓരോന്നും അങ്ങനെയല്ലേ പഠിക്കുക, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലല്ലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അത് അവരോട് ചോദിച്ചാൽ മതി. നമ്മുടെ മുമ്പിൽ വന്ന പ്രശ്നം കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പ്രശ്നമായത്. അല്ലാതെ അവരാരും പഠിക്കുന്നതും പഠിക്കാത്തതും കൊണ്ടല്ല. കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടപ്പിലാക്കാനാവാത്ത സാഹചര്യം വന്നു. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. അപ്പോൾ നമുക്ക് അത് മുൻകൂട്ടി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് നമുക്ക് കേരളത്തിലെ കുട്ടികളുടെ കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പരിചയ കുറവുണ്ടെന്ന്, പരിചയം നല്ല പരിചയമാണല്ലോ, പരിചയത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അതെ, കമ്മിറ്റി പരിശോധിച്ചതാണ്. ആ കമ്മിറ്റി വെച്ച് പരിശോധിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രോസ്പെക്റ്റിൻ്റെ അകത്ത് തന്നെ ആവശ്യമായ മാറ്റം വരുത്തണം എന്ന് കണ്ടത്. കാരണം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുകൂടി ചേർത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. അത് പ്രോസ്പെക്റ്റിലുണ്ട്, അത് ഇല്ല എന്ന് പറയുന്നതല്ല ശരിയില്ല, അത് പ്രോസ്പെക്റ്റിൽ തന്നെ ആ ഭാഗമുണ്ട്. അല്ല, അഡ്മിഷൻ്റെ ഘട്ടം വരുമ്പോഴല്ലേ അപ്പം അതിനെപ്പറ്റി കൃത്യമായിട്ട് കാര്യം മാറ്റേണ്ടി ഉള്ളൂ. അല്ലാണ്ട് ഇതിനെ മാറ്റുന്നത് മുൻകൂട്ടി. അതെ, ഫലപ്രഖ്യാപനം തന്നെ അതാണ് പറയുന്നത്. ഫലപ്രഖ്യാപനം വരുമ്പോഴേക്ക് തന്നെയല്ലേ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത വരുത്തേണ്ടത്. അത് വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് കോടതി ഇടപെട്ടിട്ട് അത് റദ്ദ് ചെയ്തത്. അപ്പോൾ അപ്പീൽ പോയപ്പോൾ അത് അങ്ങനെ അംഗീകരിച്ചു. പിന്നെ അപ്പീൽ പോകേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതിയിലൊക്കെ പോകുമ്പോഴത്തെ കുട്ടികളുടെ ഭാവിയെ അത് കൂടുതൽ പ്രതികൂലമായിട്ടാണ് ബാധിക്കുക. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അപ്പീലൊന്നും പോകേണ്ടതില്ല, അത് അതേപോലെ തന്നെ കോടതി വിധിക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അത്രയേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്യാം. നിങ്ങൾക്ക് എപ്പോൾ പെശ കണ്ടുപിടിക്കാനുള്ള തിരക്കാണ്. ഓരോരാൾക്ക് ഓരോന്ന് കണ്ടത് അതിൽ പെശ ഉണ്ടായിട്ടുണ്ടോ, ഇതിൽ പെശ ഉണ്ടായിട്ടുണ്ടോ എന്താ കാര്യം? അതിൽ നിങ്ങൾക്ക് ഒന്നാം ക്ലാസ് റാങ്ക് കിട്ടി. ഇല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റ് ഗ്യാരൻറ്റിയോടുകൂടി ലഭിക്കുന്നതല്ലോ മുമ്പോട്ടേക്ക് വരുമ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ. അത് സ്വാഭാവികമായിട്ട് 7 ആയാലും 1 ആയാലും അവർക്ക് അത് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾക്കിത് തിടുക്കപ്പെട്ടതല്ല. എത്രയോ കാലമായിട്ട് കേരളം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും കുട്ടികൾ ശക്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ മാധ്യമങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സംബന്ധിച്ചാണ് ഗവൺമെൻറ് ഇടപെട്ടത്. അതിനടിസ്ഥാനപ്പെടുത്തി അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി നിശ്ചയിച്ചത്. വരട്ടുവാദമൊന്നുമല്ല, ശരിയായ വാദമാണ്. നിങ്ങൾ വെറുതെ ആളുകളെ വിഷമിപ്പിക്കണ്ട. ആ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന കുട്ടികളാണ്. അയ്യേ ഞാൻ ഇങ്ങനെയായി പോയല്ലോ എന്നൊരവസ്ഥ പോസിറ്റീവായ കാര്യം നിങ്ങളൊന്നും മനസ്സിലേ ഇല്ല. നെഗറ്റീവായ കാര്യം മാത്രം പറഞ്ഞിട്ട് ആ കുട്ടികളെയൊക്കെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? അവർക്ക് കുറച്ച് ആളുകൾക്ക് പിന്നോക്കം പോകുന്നുള്ളത് ശരിയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ അല്ല, എല്ലാവരോടും തമ്മിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവാകേണ്ട യാതൊരു കാര്യമില്ല. ശരി, നോക്കാം നിയമപരമായ എങ്ങനെയൊക്കെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. യൂണിവേഴ്സിറ്റിയുടെ സ്വയംഭരണാവകാശം വളരെ പ്രധാനമാണ്. അതിലിപ്പോൾ പല നിയമനിർമ്മാണങ്ങളും അംഗീകരിച്ച് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അപ്പോൾ അതൊക്കെ
സിൻഡിക്കേറ്റാണ് അതിൻ്റെ അവസാന വാക്ക് അവിടെ. വൈസ് ചാൻസലർക്ക് അവകാശമില്ലാത്ത കാര്യമാണ് വൈസ് ചാൻസലർ ചെയ്തത്. എല്ലാവർക്കും അറിയാലോ അത്. ഇല്ല, ഒറ്റ കസേരയേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അയാൾക്കെല്ലാം ഫയൽ നീക്കിയിട്ടുണ്ട്, ഒപ്പിട്ടിട്ടുണ്ട്. ആര്? ആ, വൈസ് നോക്കാം. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശക്തിയായ ഇടപെടലാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത്. അല്ലാണ്ട് എന്താ, സ്വയംഭരണാവകാശമുള്ള സിൻഡിക്കേറ്റും അതുപോലെ തന്നെ കൃത്യമായിട്ട് സർവകലാശാലയില്ലേ കേരളത്തിലുള്ളത്. അതിൻ്റെ മേലെ കുതിര കയറാൻ വേണ്ടി RSSൻ്റെ തിട്ടൂരമനുസരിച്ച് വൈസ് ചാൻസലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൈസ് ചാൻസലറുടെ നിലപാട് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ എല്ലാം ഒരു അവസ്ഥയാണ് ഞാൻ പലപ്പോഴും ആലോചിച്ച് പോയത്. ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന വൈസ് ചാൻസലറല്ലേ നിങ്ങൾ വിമർശിക്കേണ്ടത്. നിങ്ങൾക്ക് എന്താ വിമർശിക്കാൻ പറ്റാത്തത്? യെസ്. അല്ല, നേരത്തെ തന്നെ കൃത്യമായിട്ട് പ്രശ്നം വരാതെ രീതിയിൽ, കോടതിക്ക് ഇടപെടാൻ സൗകര്യമില്ലാത്ത രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ ആ കാര്യം കൈകാര്യം ചെയ്തു. അത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.